ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇന്നത്തെ പാർട്ട് സാലറീസ് 1 ആണ് അല്ലേ. ഏവർക്കും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. കാണുമ്പോൾ സാലറി ആണല്ലോ, നമ്മൾ ക്യാഷ് കയ്യിൽ കിട്ടുന്ന ഒരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ നല്ല ഇൻട്രസ്റ്റഡ് ആയിട്ട് തന്നെ നിങ്ങൾ ഇരുന്ന് പഠിക്കും വേണം കേട്ടോ. കാരണം ക്യാഷ് നമുക്ക് എങ്ങനെ കിട്ടാം, സാലറി ഏതൊക്കെ തരത്തിലാണ്, കൂടുതൽ സാലറി കിട്ടിയാൽ എന്തൊക്കെ ചെയ്യാം എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് നോളജ് കിട്ടുകയും ചെയ്യും. നല്ല സന്തോഷമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് ഫോളോ ചെയ്യുകയും ചെയ്യാം. കാരണം സാലറി ഈസ് ദ മസ്റ്റ് ഓഫ് അവർ ലൈഫ് എന്നാണ് മിസ്സിൻ്റെ ഒരു അഭിപ്രായം. കാരണം നമുക്ക് എന്ത് വേണം, ജീവിക്കാൻ ഇൻകം വേണം. ആ ജീവിക്കാനുള്ള ഇൻകത്തിൻ്റെ പേര് പലതുമാവാം. അതിലൊരു ഇമ്പോർട്ടൻറ്റ് പേരാണ് സാലറി. ജോലി ചെയ്താൽ എന്ത് കിട്ടും, നമുക്ക് സാലറി കിട്ടും. എന്നാലേ നമ്മുടെ ലിവിങ്സിലെ നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും നമുക്ക് നമ്മളെ മക്കൾസ്, നമ്മളെ ഫാമിലി എല്ലാം റിലേറ്റഡ് എന്താണ്, അധികം എന്തിനെ പറ്റി തന്നെയാണ്, സാലറിയിൽ തന്നെ റിലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഇൻട്രസ്റ്റഡ് ആയിട്ട് പഠിക്കുകയും ചെയ്യാം, നന്നായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം, മാർക്ക് സ്കോർ ചെയ്യുകയും ചെയ്യാം. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ബേസിക് ആയിട്ടൊരു ഘടകമാണ് സാലറി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് സാലറി, മീനിങ് ഓഫ് ദ സാലറി ആൻഡ് ദി ഫീച്ചേഴ്സ് ഓഫ് ദ സാലറി, ഡെഫിനേഷൻ ഓഫ് ദ സാലറി, ഇമ്പോർട്ടൻസ് ഓഫ് സാലറി, വേജസ്, കൂലിയിലെ നമ്മൾ പണ്ടെന്ത് പറയും, ഇതിന് വേജ് എന്നാണ് പറയാം. ഇപ്പം നമ്മൾ അപ്ഡേറ്റ്സ് ആയിട്ട് മോഡേൺ യുഗത്തിലെത്തിയപ്പോൾ വേജൊക്കെ എന്തായി മാറി, കൂലി എന്തായി മാറി, സാലറി ആയി മാറി അല്ലേ. കൂലി ഇപ്പോഴും കൂലി ഉണ്ടല്ലേ, ഡെയിലി നമ്മൾ ഈ എന്താ പറയുക, കൽപ്പണിക്കൊക്കെ പോകുന്ന ആൾക്കാരില്ലേ, സിമെൻറ്റ് പണി, കൽപ്പണി, നമ്മൾ കാണുന്ന നാട്ടിൻപുറത്തെ പണികളെല്ലാം എടുക്കും, അതിന് കൂലി ഇപ്പോഴും പറയില്ലേ, നാട്ടിൻപുറത്ത് സാധാരണക്കാരൊക്കെ കൂലി തന്നെ പറയാം. നെക്സ്റ്റ് എംപ്ലോയീസ് അല്ലേ, അതായത് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ ആരാണ്, നമ്മുടെ ഉദ്യോഗസ്ഥരല്ലേ, ജോലിക്കാർ, വർക്കേഴ്സ്, അത് നമ്മൾ എംപ്ലോയീസ് എന്ന് പറയുന്നു. അവർ വാങ്ങുന്ന മന്ത്ലി ഇൻകത്തിനെ സാലറി എന്നും പറയുന്നു. ഓക്കെ, നമുക്ക് ജസ്റ്റ് സാലറി എന്ന് പറയുന്ന ഒരു പാഠത്തിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാ പാഠത്തിലെ എന്നതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ഇൻട്രൊഡക്ഷൻ ഉണ്ട്, മീനിങ് ഓഫ് സാലറി, വേജസ്, ബോണസ്, പെൻഷൻ, അഡ്വാൻസ് സാലറി, അലവൻസ്, പ്രോഫിറ്റ്, അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, ഡിഫൈൻ ദ ടേം സാലറി. സാലറി എന്നുള്ള വേർഡ് എവിടെ നിന്ന് വന്നു, ഡിറൈവ് ഫ്രം വേർ ആൻഡ് ഇൻക്ലൂഡഡ് ഫ്രം ഹെഡ്. സാലറീസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. ആക്ച്വലി ദ പ്രൊവിഷൻസ് ഓഫ് ഇൻകം ടാക്സ് ആക്ട് 1961. നമ്മൾ ഇത്രയും മാർക്കറ്റിംഗ് ഇൻകം ടാക്സ് മാർക്കറ്റിംഗ് എന്നുള്ള നമ്മളെ ഈ ഒരു വിഷയത്തിൽ, നമ്മളെ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പാർട്ടിലും റിപ്പീറ്റായി വരുന്ന ഒരേ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. 1961 ആക്ട്, ഇൻകം ടാക്സ് ആക്റ്റിലാണ് എന്തും പറഞ്ഞിരിക്കുന്നത്, നമ്മളെ സാലറിനെ പറ്റിയും പറഞ്ഞിരിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ. എ പേഴ്സൺ മസ്റ്റ് ബി പേ ടാക്സ് ഓൺ ദ ഇൻകം earned by him the previous year on the basis of his residential status. Income from salary is one of the head of income. In this unit നമ്മൾ എന്താ ചെയ്യുന്നത്, turn the definition of term salary and the items of included in the salary income. You will also learn the calculation of the item of included salary of tax purpose. അപ്പോൾ സാലറി കിട്ടുന്നത് എങ്ങനെയാണ്, സാലറിയിൽ നിന്ന് ടാക്സിലേക്ക് പോകുന്നത് എന്തൊക്കെ ഘടകങ്ങളാണ്, എങ്ങനെയൊക്കെയാണ് ടാക്സ് പിടുത്തുണ്ടാവും നമുക്കറിയാലോ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇപ്പോൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി അധ്യാപകരായ, ഹൈസ്കൂൾ അധ്യാപകർ, വില്ലേജ് ഓഫീസേഴ്സ്, സിവിലൊക്കെ ഉള്ള നമ്മളെ കളക്ടർ ഓഫീസിലൊക്കെ ജോലി എടുക്കുന്ന വിത്ത് ഗവൺമെൻറ് എംപ്ലോയീസിനൊക്കെ എന്തുണ്ടാവും, അവരുടെ സാലറി വരുമ്പോൾ നല്ലൊരു വക എങ്ങോട്ട് പിടിക്കും, ടാക്സ് ആയിട്ട് ഗവൺമെൻറ്റിലേക്ക് പിടിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിനെ ശക്തി പ്രാക്ടിക്കലായിട്ട് അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ചാപ്റ്ററും കൂടിയാണ് സാലറി 1. മീനിങ് എന്താണെന്ന് നോക്കാം. ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്, എനി റെമ്യൂണറേഷൻ പെയ്ഡ് ബൈ എൻ എംപ്ലോയർ ടു എൻ എംപ്ലോയി ഫോർ ദി സർവീസ് റെൻഡേർഡ് ബൈ ഹിം ഈസ് കോൾഡ് സാലറി. ഓക്കെ, ഒരു പേഴ്സൺ, ഒരു വ്യക്തി റെമ്യൂണറേഷൻ പെയ്ഡ് ബൈ എൻ എംപ്ലോയർ, റെമ്യൂണറേഷൻ ആയിട്ട് ഒരു എംപ്ലോയറിന് എന്ത് കിട്ടുന്നു, പേയ്മെൻറ്റ് കിട്ടുന്നു. ടു ആൻ എംപ്ലോയി ഫോർ ദ സർവീസ് റെൻഡേർഡ് ബൈ ഹിം, സർവീസ് ചെയ്യുന്ന പേഴ്സണലി, വ്യക്തിപരമായി ഒരാൾ തൻ്റെ അധ്വാനം വിൽക്കപ്പെടുന്നുണ്ടെങ്കിൽ, ആൻഡ് ഇറ്റ് ഹിംസ് എംപ്ലോയർ, അത് റെമ്യൂണറേഷൻ എന്ന പേരിൽ എംപ്ലോയീസ് വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് സാലറി. Salary for income tax purpose not only includes the cash receipt but also include the value of facilities and benefit provided to the employee. അല്ലേ, ബെനിഫിറ്റ്, അതായത് എംപ്ലോയിൻ്റെ ജീവിതത്തിനും അദ്ദേഹത്തിൻ്റെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ടും ജീവിക്കാനൊക്കെ എന്താവശ്യമാണ്, സാലറി ആവശ്യമാണ്. ബട്ട് എങ്കിൽ കൂടി എന്തുമാണ്, ഒരു ടാക്സ് ആയിട്ട് സാലറിയിൽ നിന്നും ഗവൺമെൻറ്റിലേക്ക് പോകുന്നുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ദ ഇൻകം ടാക്സബിൾ അണ്ടർ ദ ഹെഡ് സാലറീസ് ഇൻക്ലൂഡേഴ്സ്, അതായത്
ഹെഡ് സാലറീസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇൻകം ടാക്സ് വിഭാഗങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. അപ്പോൾ നമ്മൾ മീനിങ് പറഞ്ഞു, ഇനി ഫീച്ചേഴ്സ് നോക്കാം. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഇനി സാലറി ഡ്യൂ ഫ്രം ദ എംപ്ലോയിഡർ ഫോർമർ എംപ്ലോയിഡർ ഇൻ ദ previous year whether paid or not. Any salary paid allowed the employee the previous year by behalf any employee throughout due before become due for him. Any arrear salary paid allowed him to previous year in the former employer not charged for tax, and any wages paid of current informed employee previous year. Any പെൻഷൻ റിസീവ്ഡ് ടു എംപ്ലോയർ ഇൻ പ്രീവിയസ് ഇയർ. അതായത് കഴിഞ്ഞ വർഷം പെൻഷൻ വാങ്ങിയിട്ടുണ്ടോ, കഴിഞ്ഞ വർഷം സാലറി ഈ വർഷം മുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് എന്ത് നോക്കുക, സാലറി ഇൻകം ടാക്സ് നോക്കുക. ഓക്കെ. ഡെഫിനീഷൻ അക്കോർഡിംഗ് ടു സെക്ഷൻ 17(1) ഇൻകം ടാക്സ് ആക്ട് ദ സാലറി ഇൻക്ലൂഡ്സ്. അതായത് ദ ടേം സാലറി ഡെഫിനീഷൻ, സാലറി ഡെഫിനീഷനിൽ എന്തൊക്കെയാണ് വരുന്നത്? ബേസിക് സാലറി ഓർ വേജസ്. അത് അക്കോർഡിംഗ് ടു സെക്ഷൻ 71 സെക്ഷൻ. ഓക്കെ. മിസ് എല്ലാ ക്ലാസ്സിലും എഴുതുന്ന ഒരേ ഒരു റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് അല്ലേ. നമ്മൾ ഇതുവരെ എടുത്ത അധികം ഇതിലും എന്തില്ല, ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ പാർട്ടിലും ഡിസ്കസ് ചെയ്യുന്നൊരു സംഭവം വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു മാർക്കറ്റിംഗ് ടാക്സ് ആൻഡ് ഇൻകം ടാക്സ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് 1961 ഫിനാൻഷ്യൽ ആക്ട് അല്ലെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് എന്ന് പറയൂലേ. ഈ ഇൻകം ടാക്സ് ആക്ടിലാണ് ഈ സംഭവങ്ങളും സാലറി ആണെങ്കിലും ഇൻകം ടാക്സ് ആണെങ്കിലും അഗ്രികൾച്ചറൽ ടാക്സും നോൺ അഗ്രികൾച്ചറൽ ടാക്സും ഇമ്പോർട്ടും എക്സോർട്ടും സിറ്റിസൺഷിപ്പും റെസിഡൻഷ്യൽ സ്റ്റാറ്റസും അങ്ങനെ നമ്മൾ കുറേ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലും നമ്മൾ പറയുന്ന ഡെഫിനീഷനാണ് ഇത്. സെക്ഷൻ 1961 എന്നുള്ള നമ്മുടെ ആക്ടിൽ 17(1) സെക്ഷൻ 17 സെക്ഷനിൽ പറഞ്ഞിട്ട് സാലറിയിലെ ഡെഫിനീഷനിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തത് ബേസിക് വേജസ്, കിട്ടുന്ന കൂലി, ബോണസ് അതിൽ ഇൻക്ലൂഡഡ് ആവണം. രണ്ടാമത്തത് ബോണസ്. തേർഡ് ഈസ് കമ്മീഷൻ അല്ലെങ്കിൽ റിലീഫ് ഫണ്ട് എന്നൊക്കെ പറയും. നെക്സ്റ്റ് ഓവർ ടൈം പേയ്മെൻറ്റ്, ഓവർ ടൈം ആയിട്ട് ജോലി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ്. നെക്സ്റ്റ് ആന്വിറ്റി, വാർഷികത്തിൽ കിട്ടുന്ന എന്തെങ്കിലും പേയ്മെൻറ്റ്. അഡ്വാൻസ് സാലറി ആൻഡ് അരിയേഴ്സ് ഓഫ് സാലറി, സാലറിന് ചിലർ അഡ്വാൻസ് വാങ്ങും, അതും സാലറിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ആനുവൽ എംപ്ലോയീസ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, വർഷത്തിൽ കൊടുക്കുന്ന പ്രൊവിഡൻറ്റ് ഫണ്ട്. ടാക്സബിൾ പാർട്ട് ഓഫ് ട്രാൻസ്ഫേർഡ് ബാലൻസ്, അതായത് ടാക്സബിൾ പാർട്ട് ഓഫ് അതായത് ടാക്സ് കൊടുക്കുന്നതിൻ്റെ പാർട്ടബിൾ ഫണ്ടായിട്ട് കിട്ടുന്നത്. കോൺട്രിബ്യൂഷൻ ബൈ സെൻട്രൽ ഗവൺമെൻറ് പ്രീവിയസ് ഇയർ അണ്ടർ നോട്ടിഫൈഡ് പേഴ്സൺ സ്കീം ഓഫ് എംപ്ലോയി അക്കൗണ്ട്, അതായത് 80 സെക്ഷനിൽ പ്രകാരം കിട്ടുന്ന ഒരു ഫണ്ട്. ദെൻ ഗ്യാരണ്ടി ഫണ്ട്, പെൻഷൻ, കോമ്പൻസേഷൻ ഓഫ് റിട്ടയർമെൻറ്റ് അല്ലേ. റിട്ടയർമെൻറ്റ് എന്നുള്ള സംഭവം ഉണ്ടാവില്ല എല്ലാവരുടെ ലൈഫിലും. ഒരു ഉദ്യോഗസ്ഥൻ്റെ ലൈഫിൽ റിട്ടയർമെൻറ്റ് നിർബന്ധമാണ്. ആ സമയത്ത് കിട്ടുന്ന കോമ്പൻസേഷൻ, പിരിഞ്ഞു പോരുമ്പോൾ കൊടുക്കുന്ന ഒരു തുക കൊടുക്കും, അതും എന്തിൽ ഉൾപ്പെടും? സാലറിയിൽ ഉൾപ്പെടും. നെക്സ്റ്റ് എമൗണ്ട് റിസീവ്ഡ് വോളണ്ടറി റിട്ടയർമെൻറ്റ്. ഇനി വോളണ്ടറി റിട്ടയർമെൻറ്റ് ആണെങ്കിൽ അതിൽ കൊടുക്കുന്നത് എന്താണ്? അതും ഒരു സാലറി. ഇമ്പോർട്ടൻസ് ഓഫ് സാലറി. നെക്സ്റ്റ് എന്താണ് ഇമ്പോർട്ടൻസ് നോക്കാം. ദർ ആർ സം പോയിന്റ് റിലേറ്റഡ് ടു ദ സാലറി വിച്ച് ആർ ഏബിൾ ടു കെപ്റ്റ് ഇൻ മൈൻഡ്. ദ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദീസ് പോയിന്റ് വെരി ഇമ്പോർട്ടൻറ്റ് വിൽ ബി ഹെൽപ്പിംഗ് ടു കമ്പ്യൂട്ടിംഗ് ടാക്സബിൾ സാലറി ഓഫ് ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിൻ്റെ സാലറി കമ്പ്യൂട്ടഡ് അതായത് കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് എന്തിലേക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? വേജസ്, ദ ബേസിക് വേജസ് അല്ലെ, അന്നന്ന് കിട്ടുന്ന വരുമാനം കൂലിയിൽ നിന്ന് നോക്കാം. റിലേഷൻഷിപ്പ് ഓഫ് എംപ്ലോയീസ് ആൻഡ് എംപ്ലോയർ, അതായത് എംപ്ലോയർ ഒരു ഓഫീസിൽ ഒരു എംപ്ലോയി ഉണ്ടാവും, എംപ്ലോയറും ഉണ്ടാവും, ജോലിക്കാരനുണ്ടാവും, ജോലി നോക്കുന്ന ആളും അയാളെ കോർഡിനേറ്റ് ചെയ്യുന്ന ആളും ഉണ്ടാവും, അവരത് നോക്കണം. സാലറീസ് ആൻഡ് പ്രൊഫഷണൽ ഇൻകം. പ്രൊഫഷണൽ ഇൻവോൾവ്സ് ടു മേക്ക് ഓഫ് സക്സസീവ് എംപ്ലോയ്മെൻറ്റ്. ഇൻ സച്ച് എംപ്ലോയ്മെൻറ്റ് ഈസ് ഐഡൻറ്റിറ്റി ഓഫ് എക്സസൈസ് ഓഫ് പ്രൊഫഷൻ, ദ റെമ്യൂണറേഷൻ and payment made after ascension of employment as that tax free salary, deduction of employer and dearness of pay. ഇതൊക്കെ എന്തിൽ ഉൾപ്പെടുന്നു? നമ്മുടെ സാലറിയിൽ ഉൾപ്പെടുന്നു. ഡ്യൂ ഡേറ്റ് ഓഫ് സാലറി. ദ റൂൾസ് ആർ ഫോളോ. ദ ഡ്യൂ ഡേറ്റ് ഓഫ് സാലറി എന്നൊരു വിഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. അത് വേജസിലാണ്, നേരത്തെ പോലെ വേജസ്. ഇനി എംപ്ലോയീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി പറയുന്നത് ഡ്യൂ ഡേറ്റ് ഓഫ് സാലറി. എന്താണ് ഈ ഡ്യൂ ഡേറ്റ് ഓഫ് സാലറി? ഡ്യൂ ഡേറ്റ് എന്താണ്?
The government of semi-government employee, the salary is due of first date of next month's salary. February is due March. For this purpose, previous year salary will be on March 28, February next year. അതായത് മാർച്ചിലേക്കുള്ളത് നെക്സ്റ്റ് വർഷത്തിലേക്കാണ് കൊടുക്കുക. ഡ്യൂ ഡേറ്റ് ആയി പോകുന്നു. അങ്ങനെ എന്തോ അവർ ജോയിൻ ചെയ്യുന്ന സമയത്തെ സാലറി അനുസരിച്ചിരിക്കും. ചിലപ്പോൾ എക്കണോമിക് ഇയറിലെ ലാസ്റ്റിലേക്കാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ അത് ലാസ്റ്റ് മന്ത് സാലറി നെക്സ്റ്റ് ഇയർ ഫസ്റ്റിലേക്ക് കൊടുക്കും. അങ്ങനെ അതിനെയാണ് ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. അലോവൻസിൽ അവർക്ക് കിട്ടുന്ന അലവൻസ് എന്തൊക്കെയാണ്? വെൻ ദ ഇൻക്ലൂഡഡ് ബൈ സാലറി ഫോർ ദ പർപ്പസ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ കോൺട്രിബ്യൂഷൻ ഓഫ് ദ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. അതൊക്കെ എന്താണ് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ ഇൻക്ലൂഡഡ് ആണ്. ദെൻ സാലറി ഫോർഗോട്ടിങ് ഓഫ് സറൗണ്ടിങ്സ്. നെക്സ്റ്റ് ഇതിൽ പറയുന്നത് വോളണ്ടറി പേയ്മെൻറ്റ്, സാലറി ഫോർ ഗിവ് സറൗണ്ടിങ്സ്, ഡിഡക്ഷൻ ഫോർ സാലറി, പ്ലേസ് ഓഫ് accrual salary. The definition of salary of different purposes. Definition എന്തൊക്കെ? വീണ്ടും വേറെ ഒരു ഡെഫിനേഷൻ. എന്തൊക്കെ ഡെഫിനേഷൻ ആൻഡ് പർപ്പസ് ആണ് സാലറിക്കുള്ളത്? കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം അണ്ടർ ദ ഹെഡ് സാലറീസ് ആൻഡ് കാൽക്കുലേറ്റിംഗ് ദ അക്സെപ്റ്റഡ് എമൗണ്ട് ഓഫ് ഹൗസ് റെൻറ്റ് അലവൻസ് അണ്ടർ സെക്ഷൻ 10(13)(a). അതായത് 1961 എന്ന് പറയുന്ന നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ഇൻകം ടാക്സിലെ എത്രാമത്തെ സെക്ഷനാണ്? 13A സെക്ഷൻ. 10 സെക്ഷനിൽ 13A എന്ന് പറയുന്നതിൽ അലവൻസ് ഓഫ് അണ്ടർ സെക്ഷൻ എന്താ പറയുന്നത്? കാൽക്കുലേറ്റിംഗ് ദി എമൗണ്ട് ഹൗസ് റെൻറ്റ്. അവർക്ക് എന്താണ് ചില ആൾക്കാരുണ്ടാവുമല്ലോ എന്തിൽ ജീവിക്കുന്നത്, ക്വാർട്ടേഴ്സിലൊക്കെ ജീവിച്ച് ജോലി എടുക്കുന്ന ഗവൺമെൻറ് എംപ്ലോയീസ് ഉണ്ടാവും. അത് പറയുന്നത് ഈ ഒരു സെക്ഷനിൽ അവർക്ക് അത് പ്രൊവൈഡഡ് ആണ്. ദെൻ കാൽക്കുലേറ്റിംഗ് ദ വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ പ്രൊവൈഡ് കൺസെഷണൽ റേറ്റ്. അവർക്ക് എന്താണ് ഫ്രീ അക്കോമഡേഷൻ ഉള്ള ഗവൺമെൻറ് എംപ്ലോയീസ് ഉണ്ട്. നെക്സ്റ്റ് കാൽക്കുലേറ്റിംഗ് ക്വാളിഫയിങ് എമൗണ്ട് ഓഫ് പ്രൊവിഡൻറ്റ് ഫണ്ട് കോൺട്രിബ്യൂഷൻ. എന്താണ് ക്വാളിഫയിങ് എമൗണ്ട് അവർക്ക് അത് കിട്ടാനുള്ള അർഹത ഉള്ളതുണ്ടായിരിക്കും, അതുകൊണ്ട് കിട്ടുന്നത്. കാൽക്കുലേറ്റിംഗ് ദ എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. അവർക്ക് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എന്ന് പറയുന്ന ക്യാഷും കിട്ടുന്നുണ്ട്. And calculating accepted guarantee accepted portion of enticement of leave it. Calculating value of gas, electricity of water. അപ്പോൾ ഇങ്ങനെ ക്വാർട്ടേഴ്സിലൊക്കെ താമസിക്കും അവർ ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ അതൊക്കെ പേയ്മെൻറ്റ് എന്താണ് എവിടെയാണ് ജോലി ചെയ്യുന്നത് അതിൻ്റെ കീഴിലായിരിക്കും. ഡിറ്റർമിനേഷൻ ഓഫ് സാലറി ഓഫ് 5,000 റിഗാർഡിംഗ് ടെസ്റ്റബിളി സെക്ഷൻ ആൻഡ് കോമ്പൻസേഷൻ റിക്വയർമെൻറ്റ് ഓഫ് സെക്ഷൻ ടാക്സ് ആയിട്ട് പോലെ ഗവൺമെൻറ് സാലറി 50,000 കൂടുതലാണെങ്കിൽ ടാക്സ് ഇങ്ങനെ പിടിക്കുന്നതാണ്. നെക്സ്റ്റ് മെയിൻ ഐറ്റംസ് ഇൻക്ലൂഡഡ് ഇൻ സാലറി ഓഫ് വേജസ്. എല്ലാത്തിനുണ്ട് വേജസ് ഇൻക്ലൂഡഡ് ആണ് അല്ലേ? ഈ വേജസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ആണ്. സാലറി നമ്മൾ എങ്ങനെയൊക്കെ കാൽക്കുലേഷൻ ചെയ്താലും കാറ്റഗറൈസ് ചെയ്താലും ഈ ഒരു വേജസ് എന്ന് പറയുന്നത് സംഭവം അതിൽ കറക്റ്റാണ്. സാലറി ഓർ വേജസ്. ലെറ്റ്സ് അനലൈസ് ദ കോമ്പണൻസ് ഓഫ് സാലറി ഇൻകം. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ദ പ്രോസസ് ഓഫ് കമ്പ്യൂട്ടിംഗ് taxable salary may be studied in the following headline: computation of gross salary, deduction of gross salary, computation of taxable salary. മൂന്ന് തരം സാലറിയാണ്. കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് സാലറി, ഡിഡക്ഷൻ ഓഫ് ഗ്രോസ് സാലറി ആൻഡ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ. ഗ്രോസ് സാലറി എന്തൊക്കെ? സാലറി, അലവൻസ്, റെക്യൂസിറ്റ്സ് ആൻഡ് പ്രോഫിറ്റ് ഓഫ് സാലറി. അപ്പോൾ ഗ്രോസ് സാലറിയെ പ്രധാനമായും 4 തരംതിരിച്ചിരിക്കുന്നു. ഗ്രോസ് സാലറി, എന്താണ് ഗ്രോസ് സാലറിയിൽ അതായത് അലോവൻസും പെർക്യൂസിറ്റും ഇതിൽ ഒന്നാണ് അലവൻസ്. ഓക്കെ, അലവൻസസും പെർക്യൂസിറ്റ്. Profit in salary, then profit. ഓക്കെ, അപ്പോൾ അലവൻസും പെർക്യൂസിറ്റും പ്രോഫിറ്റും നമ്മുടെ സാലറി കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു. ഓക്കെ, ദെൻ സെൻട്രൽ ഗവൺമെൻറ് വളണ്ടറി പേയ്മെൻറ്റ്, കോൺട്രിബ്യൂഷൻ ബൈ ദി ട്രാൻസ്ഫേർഡ് ബാലൻസ്, ആനുവൽ ഇൻകം, ഇതെല്ലാം എന്തിൽ ഉൾപ്പെടുന്നു? ഗ്രോസ് സാലറിയിൽ ഉൾപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ സാലറി മീനിങ്, ഫീച്ചേഴ്സ്, ഡെഫിനിഷൻസ്, എംപ്ലോയ്മെൻറ്റ്, വേജസ്. ഇതിൽ വേജസ് ആണ്
എസ് എ ക്വസ്റ്റ്യൻ വരിക വേജസ് പല രൂപത്തിലും നമ്മൾ അത് എസ് എ ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഓക്കെ.